ഈ തമിഴിൽ വളരെ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളുകളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു സൂര്യ. ആള് ഓൺ സ്ക്രീനിൽ സിഗരറ്റ് വലിക്കില്ല, മദ്യപിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പെട്ടെന്നായിരുന്നു റോളക്സ് ചെയ്തപ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. അത് കാർത്തിക് വലിയ ഇഷ്ടമായിട്ട് കാർത്തിക് വളരെ സർപ്രൈസോട് കൂടിയിട്ട് കണ്ടത്. അപ്പൊ വിനീതേട്ടന് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫീൽ ഗുഡിന്റെ ഒരു അംബാസിഡർ എന്നുള്ള രീതിയിൽ. അപ്പൊ ധ്യാൻ എന്താ പറഞ്ഞത്? ധ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, തമിഴിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട്, അജിത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, നാനും എവ്വളോ നാൾ താൻ നല്ലവനാവേ നടിക്കരുത്. അപ്പോ എനിക്ക് ഭയങ്കര ഒരു അഭിനയിക്കുമ്പോ ഞാൻ ഭയങ്കര അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ഡബ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു സിനിമയായിരുന്നു. ഇതുവരെ ഞാനൊരു പടം ചെയ്തിട്ട് ഇത്രയധികം എൻജോയ് ചെയ്ത് ഞാൻ ഡബ് ചെയ്തൊരു സിനിമ ഉണ്ടാവില്ല. ഞാൻ ഓരോ ഡബിങ് സെഷൻ കഴിയുമ്പോഴും അഭിയെടുത്ത് പറയും, നീ ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് വാ, ഞാൻ പടം ഒന്നുകൂടെ ഡബ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം മാറ്റി ഡബ് ചെയ്തിട്ടുണ്ട് ഈ പടം. വിനീതേട്ടന്റെ തന്നെ പടത്തിലൊരു ഈസ്റ്റർ എഗ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാസ്വേഡ് ഇങ്ങനെ ഹാക്ക് ചെയ്യണം, എത്തി നോക്കിയാൽ പോലെ എന്നുള്ളത് വടക്കൻ സെൽഫിയിലുണ്ട്. അപ്പൊ അത് വിനീതേട്ടന്റെ അറിവോട് കൂടിയിട്ടായിരുന്നു അത് ആക്ച്വലി ഞാനും അല്ലേ, അത് വിമൽ ഗോപാലകൃഷ്ണൻ നമ്മുടെ കോറേറ്റർ, അദ്ദേഹം തന്നെ ആഡ് ചെയ്ത സാധനമാണ്. ഞങ്ങൾക്ക് അവിടെ ആ ടൈമിൽ അവിടെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള റിപ്ലൈ ആവശ്യമായിരുന്നു. എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം വിമല പറഞ്ഞത് വടക്കൻ സിനിമയിലെ ഡയലോഗ് കിട്ടാലോ. പൊതുധാരണകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നായക സങ്കല്പമാണത്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ നേരത്ത് വിനീതനം ചെയ്തു വെച്ച സിനിമകളിൽ നിന്ന് അതിനെ സ്വിച്ച് ചെയ്യാം, വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെ തിരഞ്ഞെടുക്കുകയും കാര്യങ്ങൾ. അപ്പം ഇതൊരു വള്ളിയാവോ ഇല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് ഒന്ന് റീതിങ്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എനിക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. ഞാൻ വായിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ക്യാരക്ടറിന്റെ ഒരു ജേർണി ഉണ്ടായിരുന്നു. അപ്പോ അതിൽ തന്നെ ഇത് ചെയ്ത രസമായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അബിയുടെ പടമാണ്, അബീനെ എത്രയോ വർഷമായിട്ട് എനിക്കറിയാം. അപ്പോൾ അവനൊരു പടം ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമത്തിൽ അവൻ ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉള്ള മലയാളത്തിലുള്ള പല ഫിലിം മേക്കേഴ്സും എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, അബി ഷോർട്ട് ഫിലിം ചെയ്ത കാലത്ത് അവൻ കണ്ടിട്ടുള്ള ഷോർട്ട് ഫിലിംസ് അവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഡയറക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേസിലിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി അബിനെ പറ്റി, ഞാൻ പറയുന്നില്ല. നമുക്ക് മുമ്പ് പരിചയമുള്ള ഒരു ആന്റി ഹീറോ അല്ലെങ്കിൽ റീസെന്റ് ക്ലിക്ക് ആയ ഒരു ആന്റി ഹീറോ എന്ന് പറയുന്നത് ഷെമ്മിയാണ്. ആളുകൾക്ക് ശ്രദ്ധിക്കുക. അപ്പൊ ഷെമ്മി വരാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ആലോചന കുറവാണ്. ആദ്യം എന്താ പറയാ എയിം ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയാണ് എൻ്റെ കരിയർ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്തതും നേരത്തെയാണ്. അപ്പോൾ ആദ്യം ചാടിയതിന് ശേഷമാണ് പിന്നെ എങ്ങനെ നീന്താന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പോൾ വലിയ ആലോചന ഇല്ലാണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സിനിമയിൽ ലാഗ് ഉണ്ടെന്ന് അറിയുന്ന ആളുകൾ മിനിമം എഡിറ്റിംഗ് എങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ വിനീതേട്ടന്റെ ഹൃദയം അടക്കമുള്ള ചിത്രങ്ങൾ സത്യത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ക്രിറ്റിക്സ് ആണെങ്കിലും അത് നല്ല സിനിമയാണെന്ന് അറിഞ്ഞ് പുറത്തു വന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോഴേക്കും സംഭവം എന്ന് വെച്ചാൽ ഫിലിം മേക്കർ എന്ന അർത്ഥത്തില് വിനീതേട്ടൻ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? 200 രൂപ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാൻ യഥാർത്ഥത്തിൽ കോഴ്സും കൂടെ ചെയ്യണം. ഓരോരുത്തർക്കും അതിനെപ്പറ്റി ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ എപ്പോഴും ഒരു കറക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു കറക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ വീഡിയോ റിവ്യൂസും പ്രിന്റ് റിവ്യൂസൊക്കെ അപ്പോഴും ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ കിട്ടും. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വീണ്ടും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ട് കുറേ പിള്ളേർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-28 വയസ്സിൽ ഇയാൾക്ക് വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ തന്നെ പ്രേമം ഉണ്ടാകുന്നു എന്നുള്ളതിനെ വിമർശിച്ചിട്ടൊക്കെ. അപ്പോൾ എനിക്കതൊരു ഓക്കെ, ഇനി ഞാൻ ചെയ്യുമ്പോൾ 17 വയസ്സിൽ അത് കുഴപ്പമില്ല, പക്ഷേ 10-28 വയസ്സായിരിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരാൾ പറയുമ്പോഴാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ മലർവാടി ചെയ്യുന്ന സമയത്ത് ഓർക്കുട്ട് സജീവമായിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതിൽ ഫിലിം അപ്രീസിയേഷൻ ഗ്രൂപ്പ്സും കാര്യങ്ങളും സിനിമയുടെ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരും കൂടെ കാണുന്നതാണ് നമ്മുടെ സിനിമ എന്നുള്ളത് അന്നത്തെ കാലത്ത് നമുക്കൊരു ഓക്കെ, ഇങ്ങനെ ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട്, അത് നമുക്കൊരു യാഡ് സ്റ്റിക്കാണ്, ഒരു മാനദണ്ഡമാണ്. അപ്പോൾ അവർ കാണുന്ന സിനിമകൾ, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിനിമകൾ, ഇതൊക്കെ നമ്മൾ
ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എവിടെയോ നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഒക്കെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണ്ട, ഈ രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വേണ്ട എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മോശമായിട്ട് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും, പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ഗുണമായിട്ട് വരുള്ളൂ. പിന്നെ ഇതാണല്ലോ ഇതിൻ്റെ ഒരു അല്ലേ, ആൾക്കാർ കാശ് കൊടുത്ത് സിനിമയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ പറയുമല്ലോ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇതിനെപ്പറ്റി ഓരോ ആൾക്കാർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ എൻ്റെത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആർഷക ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് വനിതാ സംവിധായകൻ കൂടി അഭിപ്രായം, പ്രത്യേകിച്ച് നിരവധിയായ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു സിനിമ, ഇപ്പൊ നിങ്ങളുടെ സിനിമയാണെങ്കിൽ തന്നെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമ അങ്ങനെ ആളുകൾ വിമർശിക്കുമ്പോൾ അവരിത്തരത്തിൽ പഠിച്ചിട്ട്, സിനിമ പഠിച്ചിട്ട് അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിച്ചിട്ടൊക്കെ വേണോ വിമർശിക്കാൻ? ഞാൻ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഓരോരുത്തർക്ക് വിനോദം പറഞ്ഞുള്ള ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണല്ലോ സിനിമ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അഭിപ്രായം പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നെനിക്ക് എന്നുവെച്ചാൽ വിമർശിക്കാനും അല്ലെങ്കിൽ അതിനിപ്പോൾ എന്താ അത്രേ ഉള്ളൂ. അതായത് ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായം പറയാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ളൊരു അവകാശമുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കോ? അല്ല, ഞാൻ മീനാക്ഷിയെ പോലെ ചിന്തിക്കുന്ന ആളല്ല. എനിക്ക് അല്ല കർമ്മയിൽ വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ള അതെന്റെ പേഴ്സണൽ കാര്യം. പക്ഷെ ഞാൻ മീനാക്ഷിയെ പോലെ വിശ്വസിക്കുന്ന ആളല്ല. തിരാറ്റൂവിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു, ട്രിയോളജി ആണ് പ്ലാൻ ചെയ്തതെന്നൊക്കെ കേട്ടത്. ഞാനത് അബീനെ ഏൽപ്പിച്ചാലോ എന്ന് വിചാരിക്കാം, എല്ലാരും കൊന്നുകളെ അങ്ങനെ. അല്ല, ഇപ്പോ ധ്യാൻ ചേട്ടനൊക്കെ ആക്ടിങ് ഭയങ്കര സജീവമാണ്. അപ്പോ ശോഭന മാമും ഉണ്ട്. തിരാറ്റൂവിനുള്ള സ്കോപ്പ് ഉണ്ടാവും. അന്നത്തെ നമ്മൾ ആലോചിച്ച സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇനി അത് ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് നമുക്ക് ഉണ്ടായിരുന്ന ചില ആക്ടേഴ്സ് ഇപ്പോൾ അവരില്ല. പിന്നെ ഈ ഷെൽട്ടർ ഹോമിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ക്രിപ്റ്റ് മാറ്റേണ്ടി വരും. പക്ഷെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ അന്ന് ചെയ്യുന്ന സമയത്ത് തിര ഭയങ്കര ഒരു ഫ്രഷ് ഫിലിമായിരുന്നു. അത്രയും ഡാർക്കായിട്ടുള്ള സിനിമകൾ മലയാളത്തിലും ഇല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തൊരു ടൈമിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർ വെബ് സീരീസിലും കാണുന്നുണ്ട്, സിമിലർ സബ്ജക്റ്റുകൾ തന്നെ. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ വെബ് സീരീസും പടങ്ങളും ഒക്കെ വന്നല്ലോ. അപ്പൊ ഇനി തിരാറ്റു ചെയ്യുമ്പോൾ അതിൽ ഫ്രഷ് ആയിട്ട് എന്താ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ കുറച്ച് പടം ചെയ്യട്ടെ, എന്നിട്ട് വെബ് സീരീസ് ചെയ്യും.